അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചാൽ, അതുപോലെ തന്നെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ തീർച്ചയായും ആർക്കും ആ കേസിൽ കോടതിയിൽ പോകാൻ അവകാശമുണ്ട്. കോടതിയിൽ അത് ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. അവിടെ നിയമ പോരാട്ടം നടത്തി അതിൽ സത്യം തെളിയിച്ച് പുറത്തു വരാനുള്ള അവകാശമുണ്ട്. അപ്പൊ അത് തീർച്ചയായും ആർക്കെതിരായിട്ടാണോ ഒരു തെളിവില്ലാതെ കേസെടുക്കുന്നത് അവർക്ക് നിയമത്തിന്റെ പരിരക്ഷ ഉണ്ടല്ലോ. അതനുസരിച്ച് അത്തരം ആളുകൾ അങ്ങനെ പോയി ചെയ്യും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ നടപ്പതാണ്. താങ്കൾ ഉദ്ദേശിക്കുന്നത് കേസെടുത്തതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി സമീപിക്കാവുന്നതാണോ? തീർച്ചയായിട്ടും. കാരണം കള്ളക്കേസ് ആരെടുത്താലും ഒരു പരാതിയില്ലാതെ, അതുപോലെ തന്നെ ഒരു തെളിവില്ലാതെ ഒരു കേസ് ആർക്കെതിരെ എടുത്താലും ആ കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അത് കോടതിയിൽ നിലനിൽക്കില്ലല്ലോ. അപ്പൊ ആ നിയമ പോരാട്ടത്തിലൂടെ ആ ആളെന്ത് ചെയ്യും? നീതി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം MLA ആയിട്ട് ഇപ്പോഴും തുടരുകയാണ്. അതൊരു ശരിയായ രീതിയാണോ? രാഹുൽ രാജിവെക്കേണ്ടതല്ലേ? ഇല്ല, ആ ചാപ്റ്റർ എല്ലാം ഞങ്ങള് ക്ലോസ് ചെയ്തെന്ന് KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കേസുകളും അദ്ദേഹം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം തന്നെ അതൊരു ക്ലോസ് ചാപ്റ്റർ ആണെന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് കഴിയില്ല. എന്തെങ്കിലും അതേക്കുറിച്ച് പറയണമെങ്കിൽ അത് KPCC അധ്യക്ഷനാണ് പറയുന്നത്. അല്ല, മുകേഷിനെ ഇപ്പോഴും അവര് തോളിലേറ്റിക്കൊണ്ട് നടക്കുകയാണല്ലോ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ട്, റേപ്പ് കേസുണ്ട്, FIR ഉണ്ട്. കോടതിയിൽ നിന്ന് കിട്ടിയ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുകേഷ് പുറത്തിറങ്ങിയത്. ആ മുകേഷിനെ അവർക്ക് കൊണ്ടു നടക്കാം, തോളിലേറ്റ് നടക്കാം. മുകേഷിനെ പാർട്ടി പരിപാടി പങ്കെടുപ്പിക്കാം, MLA നിലയിൽ പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കാം, നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാം. യാതൊരു തടസ്സമില്ല. CPM അല്ലാത്ത ഒരു MLA-ക്കെതിരെ ഇത്തരത്തിൽ ആക്ഷേപം വന്നാൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്ഥാനങ്ങളെല്ലാം രാജിവെക്കണമെന്ന് പറയുന്നത് ഇരട്ട തപ്പാണ് എന്നുള്ളത് നമുക്ക് അതെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഞാൻ എന്നെ കൊണ്ട് എന്തിനാണ് പറയിപ്പിക്കുന്നത്? ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. താങ്കൾ നേരത്തെ പറഞ്ഞത് കള്ളക്കേസാണ് തോന്നുവാണെങ്കിൽ രാഹുൽ കോടതി സമീപിക്കാന്നല്ലേ? ഇത് കള്ളക്കേസാണെന്ന് താങ്കൾ തോന്നുന്നുണ്ടോ? അല്ല, അത് വ്യക്തമല്ലേ. കാരണം നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെതിരായി ഇതുവരെയും ഒരു പരാതി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അത് FIR എടുത്തിട്ടില്ല. പരാതിക്കാരും രേഖാമൂലം പരാതി കൊടുത്തിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഗവൺമെന്റിന് കേസെടുക്കാൻ പറ്റുക? എങ്ങനെയാണ് പോലീസ് കേസെടുക്കാൻ പറ്റുക? അത് കാരണം നിയമപരമായി നിലനിൽക്കുന്ന ഒന്നല്ല. അത് തീർച്ചയായും ആരാണോ അവിടെ ഇരയാകുന്നത് അവർക്ക് കോടതിയിൽ പോകാം. കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ മുന്നിൽ പല കേസുകളുണ്ട്. കോടതിയിൽ ചെല്ലുമ്പോൾ അതെല്ലാം തള്ളിപ്പോകുന്ന പല കേസുകളും നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലേ ഞാൻ പറഞ്ഞു.